പാലിയേക്കരയിലേക്കാണ്. ടോൾ പിരിവ് നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസിന്റെ മാർച്ചിൽ വലിയ സംഘർഷമുണ്ടാകുന്നു. സൂരജ് സജിയാണ് വിവരങ്ങളുമായി തൃശ്ശൂരിൽ നിന്നും ചേരുന്നത്. സൂരജ്, ഈ ടോൾ പിരിവ് നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ടുണ്ടായ മാർച്ച് അതെപ്പോഴാണ് ഈ സംഘർഷത്തിലേക്ക് കടന്നത്? ഇപ്പോൾ പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. സ്മിത, അല്പം മുമ്പാണ് ഈ ബാരിക്കേഡ് മറിച്ചുകൊണ്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പാലിയേക്കര ടോൾ പ്ലാസയിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ചത്. ഇതോടുകൂടിയാണ് പോലീസ് ഇപ്പോൾ ജലപീരങ്കി പ്രയോഗിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് കുതിരാൻ മുതൽ അങ്കമാലി വരെയുള്ള ഭാഗത്ത് 7 ഇടങ്ങളിൽ അടിപ്പാത നിർമ്മാണം നടക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ദേശീയപാതയിൽ മണിക്കൂറുകൾ നീളുന്ന ഗതാഗതക്കുരുക്കാണ്. ജനങ്ങളെ സംബന്ധിച്ച് വിമാനത്താവളത്തിലേക്ക് അടക്കം പോകുന്ന ആളുകൾ മണിക്കൂറുകൾ ഗതാഗതക്കുരുക്കിൽ കുടുങ്ങി വലയുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ പശ്ചാത്തലത്തിൽ ടോൾ പിരിവ് നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പാലിയേക്കരയിലേക്ക് ഒരു മാർച്ച് സംഘടിപ്പിച്ചത്. ഈ മാർച്ച് മുൻ DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു. ഈ ഉദ്ഘാടനം കഴിഞ്ഞതിന് തൊട്ടു പിന്നാലെയാണ് പ്രവർത്തകർ സംഘടിച്ചുകൊണ്ട് ഈ ബാരിക്കേഡ് മറിച്ച് മുന്നേറാനുള്ള ശ്രമം നടത്തിയത്. അതോടുകൂടി പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുകയായിരുന്നു. തുടർച്ചയായി ഇപ്പോൾ ജലപീരങ്കി പ്രയോഗിക്കുന്നു. പക്ഷേ പ്രവർത്തകർ പിന്മാറാൻ സന്നദ്ധമാകുന്നില്ല. ഇതോടുകൂടി പോലീസ് ഒരു ഭാഗത്ത് സംഘടിച്ചു നിൽക്കുന്നു, പ്രവർത്തകർ മറുഭാഗത്ത് വലിയ രീതിയിൽ സംഘടിച്ചു നിൽക്കുന്നു. ജലപീരങ്കി തുടർച്ചയായി പ്രയോഗിക്കുന്നുണ്ടെങ്കിൽ പോലും പ്രവർത്തകരെ പിന്തിരിപ്പിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. ടോൾ പ്ലാസ അധികൃതർക്കെതിരെയും അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരിനെതിരെയും കേന്ദ്ര സർക്കാരിനെതിരെയും എല്ലാം ശക്തമായ മുദ്രാവാക്യങ്ങളാണ് ഇവർ ഉയർത്തുന്നത്. പ്രത്യേകിച്ച് സംസ്ഥാനത്തെ 2ാമൻ മന്ത്രി കെ രാജൻ ഉൾപ്പെടെ ഉള്ള ജില്ലയാണ് തൃശ്ശൂർ ജില്ല. ആ ജില്ലയിൽ ഇത്തരത്തിൽ ഒരു വലിയ പ്രതിസന്ധി ഉണ്ടായിട്ട് ആ പ്രതിസന്ധി പരിഹരിക്കാൻ കഴിയുന്നില്ല എന്ന വിമർശനമാണ് യൂത്ത് കോൺഗ്രസ് ഉയർത്തുന്നത്. അതോടൊപ്പം തന്നെ ഒരു കേന്ദ്രമന്ത്രി തന്നെ തൃശ്ശൂരുണ്ട്, സുരേഷ് ഗോപിയുണ്ട്. സുരേഷ് ഗോപി ഈ വിഷയത്തിൽ ഇടപെടുന്നില്ല തുടങ്ങിയ ആരോപണങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഒരു മാർച്ച് സംഘടിപ്പിച്ചത്. എന്തായാലും മാർച്ച് തീർത്തും അക്രമാസക്തമായിരിക്കുന്നു. പോലീസിന്റെ ബാരിക്കേഡുകൾ ഉണ്ടായിരുന്നു. ആ ബാരിക്കേഡുകൾ തീർത്തും ബാരിക്കേഡ് ഭേദിച്ചു. ഇപ്പോൾ ടോൾ പ്ലാസയിലേക്ക് കയറാനുള്ള ശ്രമം അത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നടത്തുകയാണ്. അവർ ടോൾ പ്ലാസയ്ക്കകത്തേക്ക് കയറാൻ വേണ്ടിയുള്ള ശ്രമം വീണ്ടും സംഘടിച്ചെത്തി. അവർ ടോൾ പ്ലാസയിലേക്ക് കയറാനുള്ള ഒരു ശ്രമം നടത്തുന്നു. വീണ്ടും പ്രവർത്തകർ സംഘടിക്കുകയാണ്. തുടർച്ചയായി ജലപീരങ്കി പ്രയോഗിക്കുന്നുണ്ട്. യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കൾക്കടക്കം ജലപീരങ്കിയിൽ പരിക്കേൽക്കുകയും ചെയ്തു. പക്ഷേ പ്രവർത്തകർ സംഘടിച്ച് വലിയ രീതിയിൽ പോലീസും അതോടൊപ്പം തന്നെ പ്രവർത്തകരും ഒരു വലിയ പോർമുഖം എന്ന് പറയുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നത്. തുടർച്ചയായി ജലപീരങ്കി പ്രയോഗിക്കുന്നുണ്ട്. പക്ഷേ 1 ഇഞ്ച് പോലും പിന്നോട്ട് മാറാൻ പ്രവർത്തകർ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. ബാരിക്കേഡ് കൊണ്ട് തന്നെ മറ തീർത്തുകൊണ്ട് ഈ ജലപീരങ്കിയെ തടസ്സപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ പ്രതിരോധിച്ചുകൊണ്ട് നിൽക്കുന്ന പ്രവർത്തകരെയാണ് ഇപ്പോൾ കാണുന്നത്. പക്ഷേ തുടർച്ചയായ ജലപീരങ്കിയിൽ വീഴുന്നുണ്ട്. ഇവർ പ്രഖ്യാപിച്ചിരിക്കുന്ന പാലിയേക്കരയിൽ ടോൾ പിരിവ് നിർത്തിവെക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവർ സമരം നടത്തുന്നത്. അങ്ങനെയെങ്കിൽ ഈ ടോൾ പ്ലാസയിലേക്ക് തള്ളിക്കയറുക തന്നെ ചെയ്യും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഇവർ ഇപ്പോൾ ഈ മുന്നോട്ട് കയറാനുള്ള ഒരു ശ്രമം നടത്തുന്നത്. പക്ഷേ പോലീസ് ആകട്ടെ ബാരിക്കേഡ് ഉയർത്തിക്കൊണ്ട് ആദ്യഘട്ടത്തിൽ തടുക്കാനാണ് ശ്രമിച്ചത്. പക്ഷേ ഈ ബാരിക്കേഡ് മറിച്ചിട്ടതോടുകൂടിയാണ് ഈ ജലപീരങ്കി പ്രയോഗിച്ചത്. ഇപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റ് സമയമാകുന്നു. തുടർച്ചയായി ജലപീരങ്കി പ്രയോഗിക്കുന്നുണ്ട്. പക്ഷേ പ്രവർത്തകർ പിന്മാറുന്നില്ല. നേതാക്കളാണെങ്കിൽ അനുനയിപ്പിക്കാൻ ശ്രമിക്കുന്നുമില്ല. ഈ സാഹചര്യത്തിൽ പോലീസ് അടുത്ത പ്ലാൻ എന്ന നിലയിൽ വലിയ രീതിയിൽ സംഘടിച്ചു നിൽക്കുന്നുണ്ട്. ടോൾ പ്ലാസയിൽ ഒക്കെ ഇരച്ചു കയറിയാൽ അത് തടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു വലിയ പോലീസ് സന്നാഹത്തിലേക്ക് മറുതലക്കലിൽ പോലീസും മാറുന്നുണ്ട്. പ്രവർത്തകരാകട്ടെ പിന്മാറാനും തയ്യാറല്ല. അവർ പറയുന്നത് മണിക്കൂറുകൾ നീളുന്ന ഗതാഗതക്കുരുക്കാണ് ദേശീയപാതയിൽ ഉടനീളം അനുഭവപ്പെടുന്നത്. ഇപ്പോൾ ആദ്യ റൗണ്ട് ജലപീരങ്കി അവസാനിപ്പിച്ചിരിക്കുന്നു. ഇപ്പോൾ ബാരിക്കേഡ് വീണ്ടും മറിച്ചിടാനുള്ള ഒരു ശ്രമമാണ് പ്രവർത്തകർ നടത്തുന്നത്. പൂർണ്ണമായും ബാരിക്കേഡ് മറിച്ചിട്ടിരിക്കുന്നു. ഇപ്പോൾ പ്രവർത്തകർ ടോൾ പ്ലാസയിലേക്ക് നടന്നെടുക്കുകയാണ്. പോലീസ് ആകട്ടെ അവരെ തടയുന്നുണ്ട്. പ്രവർത്തകരും പോലീസും തമ്മിൽ വാക്കേറ്റമുണ്ടാകുന്നു. വലിയ രീതിയിലുള്ള വാക്കേറ്റം പ്രവർത്തകരും പോലീസും തമ്മിൽ ഉണ്ടാകുന്നു. ജലപീരങ്കി പ്രയോഗിക്കുന്ന വരുൺ വാഹനത്തിന് നേരെ പ്രവർത്തകർ സംഘടിച്ചെത്തുകയാണ്. ഈ വരുൺ ഉപയോഗിക്കുന്ന ആൾക്കെതിരെ എല്ലാം വലിയ രീതിയിലുള്ള മുദ്രാവാക്യങ്ങൾ മുഴക്കുന്നു. പോലീസാകട്ടെ ഒരു ആക്ഷനിലേക്ക് പോകുന്നു എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഒരു ആക്ഷനിലേക്ക് കാര്യങ്ങൾ പോയേക്കും എന്നുള്ളതാണ് നമുക്ക് തോന്നുന്നത്. പോലീസ് ഇപ്പോൾ ഈ പ്രവർത്തകരെ തടക്കുന്നുണ്ട്. പക്ഷേ പ്രവർത്തകർ തയ്യാറാകുന്നില്ല. അവർ ഇപ്പോൾ ഇവിടെ വച്ചിരിക്കുന്ന സുരക്ഷാ ടിന്നുകളുണ്ട്. അതെല്ലാം തന്നെ തകർത്തുകൊണ്ട് അതെല്ലാം നീക്കുന്നതാണ് ദൃശ്യങ്ങളിൽ കാണുന്ന. വലിയ തരത്തിലുള്ള പ്രതിഷേധത്തിലേക്ക് സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. പോലീസ് ഉദ്യോഗസ്ഥർ സംഘടിച്ച ഒരു തലക്കലിൽ സംഘടിച്ചുകൊണ്ട് ഈ ടോൾ പ്ലാസയിലേക്ക് പ്രവർത്തകർ കടക്കാതിരിക്കുന്നതിന് വേണ്ടി അവരെ തടഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ പ്രതിഷേധത്തിൽ നിന്ന് അവർ പിന്മാറുന്നില്ല. മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർ ഇടപെട്ടുകൊണ്ട് നേതാക്കളുമായി സംസാരിക്കുന്നുണ്ട്. അവരും പക്ഷെ പ്രതിഷേധത്തിൽ നിന്ന് പിന്നോട്ട് പോകാൻ തയ്യാറല്ല എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ജനങ്ങളെ സംബന്ധിച്ച് അവർ അനുഭവിക്കുന്ന
വലിയ പ്രതിസന്ധി തന്നെയാണ്. അത് നമുക്ക് നിസ്സംശയം പറയാൻ കഴിയും. കാരണം 7 അടിപ്പാതയാണ് ഈ ദേശീയപാതയിൽ കുതിരാൻ മുതൽ അങ്കമാലി വരെയുള്ള ഭാഗത്ത് നിർമ്മിക്കുന്നത്. ഇതിന്റെ ഭാഗമായി രാവിലെയും വൈകുന്നേരവും ഉച്ചയ്ക്കും എന്ന് വേണ്ട പല സമയത്തും എല്ലാ സമയത്തും വലിയ ഗതാഗത കുരുക്ക്, മണിക്കൂറുകൾ നീളുന്ന ഗതാഗത കുരുക്ക് അത് ഈ ദേശീയപാതയിൽ അനുഭവിക്കുന്നുണ്ട്. നേരത്തെ ജില്ലാ കളക്ടർ ഈ കുരുക്ക് മുൻനിർത്തിക്കൊണ്ട് ഗതാഗത കുരുക്ക് രൂക്ഷമായ പശ്ചാത്തലത്തിൽ ടോൾ പിരിവ് നിർത്തിവെച്ചതാണ്. പക്ഷേ ഉന്നത ഇടപെടലിനെ തുടർന്ന് പിന്നീട് ആ ടോൾ പിരിവ് നിർത്തിവെച്ച ഉത്തരവ് ജില്ലാ കളക്ടർക്ക് തന്നെ പിൻവലിക്കേണ്ടി വന്നു. അതിനുശേഷം എല്ലാം തന്നെ വലിയ പ്രതിഷേധങ്ങൾ പല കോണുകളിൽ നിന്ന് ഉയർന്നു. കഴിഞ്ഞ ദിവസം ഈ കല്ലിടുക്കിലടക്കമുണ്ടായ ഗതാഗത കുരുക്കിൽ വിമാനത്താവളത്തിലേക്ക് അടക്കം പോകേണ്ട ആളുകൾക്ക് വിമാനമടക്കം നഷ്ടപ്പെട്ട വാർത്തകൾ വന്നതാണ്. അത്തരത്തിൽ ജനങ്ങളെ സംബന്ധിച്ച് അവർ സമാനതകളില്ലാത്ത യാത്രാ ദുരിതത്തിലേക്ക് ഈ ദേശീയപാതയിൽ പോവുകയാണ്. ആ ഒരു സാഹചര്യത്തിലാണ് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വലിയ സമരത്തിലേക്ക് പോയത്. ഇപ്പോൾ കാണുന്നത് ഈ ടോൾ പ്ലാസയ്ക്ക് മുന്നിൽ ദേശീയപാതയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ റോഡ് ഉപരോധിക്കുന്നു. അവർ റോഡിലിരുന്ന് പ്രതിഷേധിക്കുകയാണ്. പോലീസ് ഇവരെ ഈ ടോൾ പ്ലാസയിലേക്ക് പോകാത്ത തരത്തിൽ ബാരിക്കേഡ് മറിച്ചതിന് ശേഷം ഇവരെ തടഞ്ഞു. ഈ തടഞ്ഞതോടുകൂടിയാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് സംഘടിച്ചിരുന്ന ഈ ടോൾ പ്ലാസയ്ക്ക് സമീപം കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്നത്. വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് പോകുന്നു. പോലീസ് ആകട്ടെ എന്തു വന്നാലും ഈ ടോൾ പ്ലാസയിലേക്ക് പ്രവർത്തകരെ വിടില്ല എന്ന് പറഞ്ഞുകൊണ്ട് പോലീസിന്റെ ഒരു വലിയ സന്നാഹം തന്നെ ഈ മേഖലയിൽ നിലയുറപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. മുൻ ഡി സി സി പ്രസിഡന്റ് ജോസ് വള്ളൂരാണ് ഈ മാർച്ച് ഉദ്ഘാടനം ചെയ്തത്. ആ മാർച്ച് ഉദ്ഘാടനം ചെയ്തതിന് തൊട്ടു പിന്നാലെയാണ് ഈ പ്രവർത്തകർ വലിയ രീതിയിൽ സംഘടിച്ച് ഈ ബാരിക്കേഡുകൾ മറിച്ചിട്ടുകൊണ്ട് ടോൾ പ്ലാസയിലേക്ക് നീങ്ങാനുള്ള ഒരു ശ്രമം നടത്തിയത്. ടോൾ പ്ലാസയിലെത്തി വാഹനങ്ങൾ കടത്തിവിടാനായിരുന്നു ഇവരുടെ ഒരു ശ്രമം. പക്ഷേ പോലീസ് ആകട്ടെ ബാരിക്കേഡ് ഉയർത്തി അത് തടുത്തു. അതിന് തൊട്ടു പിന്നാലെ തുടർച്ചയായി ജലബീരങ്കി ഉയർച്ച പ്രവർത്തകരെ തടഞ്ഞെങ്കിലും അതും അവർ മറികടന്ന പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ കൂടുതൽ പോലീസുകാരെ അണിനിരത്തിക്കൊണ്ട് ഈ പ്രവർത്തകരെ തടഞ്ഞിരിക്കുന്നത്. ഇതോടുകൂടിയാണ് ഇപ്പോൾ ഇവർ ഒരു കുത്തിയിരുന്നുള്ള പ്രതിഷേധത്തിലേക്ക് പോയിരിക്കുന്നത്. സ്മിത.